ആരും പ്രതീക്ഷിക്കാത്ത ആന്റി ക്ലൈമാക്സിലേക്കാണ് പാറ്റ സമരം മാറിയത്. പാറ്റ സമരം എന്ന പേരിൽ നടക്കുന്ന അക്രമാസക്തമായ രാജ്യവിരുദ്ധ സമരം, ഇസ്ലാമിസ്റ്റുകളുടെ സമരം, നക്സലൈറ്റുകളുടെ സമരം, പ്രതിപക്ഷത്തിൻ്റെ സമരം നേരം പുലർന്നപ്പോൾ പൊളിഞ്ഞടങ്ങി. എങ്ങനെ സംഭവിച്ചു? അതിൻ്റെ പിന്നിൽ അതീവ നാടകീയമായ ചില നടപടികൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു മാധ്യമവും പറയാത്ത സംഗതികൾ. ഇന്നലെ ഉച്ച തിരിഞ്ഞപ്പോൾ മുതൽ ദില്ലിയിൽ വല്ലാത്ത ഒരു ഗൗരവം ഉരുണ്ടുകൂടുന്നുണ്ടായിരുന്നു. ദില്ലി പോലീസ് എന്തോ ചെയ്യാൻ പോകുന്നു. ദില്ലിയിലെ ന്യൂദില്ലി ട്രേഡേഴ്സ് അസോസിയേഷന് പോലീസ് കമ്മീഷണറുടെ ഒരറിയിപ്പ് വന്നു. വൈകുന്നേരം 6:30 മണിക്ക് ശേഷം കടകളെല്ലാം അടയ്ക്കണം, ഒരു ഓഫീസും പ്രവർത്തിക്കാൻ പാടില്ല. സ്വാഭാവികമായും രാത്രി ഇരുളു വീണതിന് ശേഷം എന്തോ ഒരു പോലീസ് ആക്ഷൻ ജന്തർ മന്ദറിൽ നടക്കാൻ പോകുന്നു എന്നുള്ള ഒരാശങ്ക വ്യാപകമായിട്ടുണ്ടായി. അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ ചാടി വീണ് പറഞ്ഞു, രാത്രി പോലീസിന്റെ വലിയ ഓപ്പറേഷൻ നടക്കാൻ പോകുന്നു, വേണ്ടി വന്നാൽ സൈന്യത്തെ വരെ ഇറക്കും എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണം വാട്സാപ്പിലൂടെയൊക്കെ വലിയ തോതിൽ പ്രചരിച്ചു. പോലീസ് വന്നിട്ട് പറഞ്ഞു, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഈ രാത്രി പോലീസ് ഒരാക്ഷനും എടുക്കില്ല എന്ന് പോലീസ് പറഞ്ഞുവെങ്കിലും ആരും വിശ്വസിച്ചില്ല. കാരണം എന്താണ്? കാരണം അങ്ങനെ പറഞ്ഞിട്ട് സമരക്കാരെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം മിന്നൽ വേഗത്തിൽ ഒരു നടപടി എടുക്കും എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. രാത്രി മാധ്യമങ്ങളുടെ വലിയ പട ജന്തർ മന്ദർ ഭാഗത്ത് തമ്പടിച്ചു. അതൊന്ന്. പതിവിൽ നിന്ന് വിരുദ്ധമായി കടകമ്പോളങ്ങൾ, ഓഫീസുകളെല്ലാം വൈകുന്നേരം 6:30 മണിക്ക് ഇന്നലെ അടച്ചുപൂട്ടി. ഇന്നലെ ഉച്ച കഴിഞ്ഞ് മറ്റൊരു തീരുമാനം കൂടി വന്നു. ദില്ലി പോലീസ് കമ്മീഷണർക്ക് നാഷണൽ സെക്യൂരിറ്റി ആക്ട് അനുസരിച്ചുള്ള അധികാരങ്ങൾ 4 ദിവസത്തെ മുൻകാല പ്രാബല്യത്തോടെ നൽകുന്നു. എന്ന് പറഞ്ഞാൽ ഏതൊരാളെയും പോലീസ് കമ്മീഷണറുടെ പ്രത്യേക അധികാരം, NSA അധികാരം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്താൽ 12 ദിവസം മുതൽ 12 മാസം വരെ കരുതൽ തടങ്കലിൽ വെക്കാം, ജാമ്യം കിട്ടത്തില്ല, തീഹാറിലടയ്ക്കാം. ആ ഉത്തരവിൻ്റെ വാർത്തകൾ പുറത്തു വന്നതോടെ തന്നെ സമരക്കാരിൽ പലർക്കും, വിവരമുള്ളവർക്കെല്ലാം സംഗതി ഇത്തിരി ഗുരുതരമാകാൻ പോകുന്നു എന്നുള്ള സൂചന കിട്ടി. അഭിജിത്ത് ദീപ്കെ സമരപ്പന്തലിൽ നിന്ന് മുങ്ങി. അത് വാർത്തയായതിനു ശേഷം വൈകിട്ട് അഭിജിത്ത് ദീപ്കെ തിരിച്ചു വന്നു. പക്ഷേ ഇതിനിടയ്ക്ക് 2 പ്രധാനപ്പെട്ട പ്രസ്താവനകൾ വന്നു. ഒന്ന്, സോനം വാങ്ചുക്കിൻ്റെ ഭാര്യ ഗീതാഞ്ജലി പരസ്യമായി രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. കേരളത്തിലെ പത്രങ്ങളിൽ, ഞാൻ വീണ്ടും പറയുന്നു, മനോരമ, മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങളിൽ അതേക്കുറിച്ച് വാർത്തയില്ല. സോനം വാങ്ചുക്കാണ് ഈ സമരത്തിന് ഊടും പാവും നൽകിയ ആൾ. ഈ സമരത്തെ ഒരു ജനകീയ സമരമാക്കി മാറ്റിയത് സമര വിദഗ്ധനായ, വിദേശ ട്രെയിനിങ് ഉള്ള, വിദേശ ഫണ്ടുള്ള സോനം വാങ്ചുക്കാണ്. സോനം വാങ്ചുക്ക് വന്നതോടുകൂടി 26 ദിവസം അയാൾ നിരാഹാരം ഇരുന്നതോടുകൂടിയാണ് ഈ സമരം, പാറ്റകൾ കൂട്ടിയിട്ട് കൂടാത്ത ഈ സമരത്തിന് ഒരു ദേശീയ ശ്രദ്ധ വന്നത്. മാധ്യമങ്ങളൊക്കെ ഈ പാറ്റകളെ ഉപേക്ഷിച്ച് പോയിരുന്നു. ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാനില്ലാത്ത ദിവസം ഉണ്ടായിരുന്നു. വലിയ ഭക്ഷണവും വലിയ ചുംബനവേളയും ഒക്കെ നടത്തിയിട്ട് പോലും ആരും വന്നില്ല. പക്ഷേ സോനം വാങ്ചുക്കിന് അറ്റൻഷൻ ഉണ്ടാക്കാൻ പറ്റി, ആളുകളെ കൂട്ടാൻ പറ്റി. പക്ഷേ സോനത്തിൻ്റെ ഭാര്യ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഈ സമരം ചെയ്തത് മുതലെടുക്കാൻ രാഹുൽ ഗാന്ധി വന്നു, പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് പോവാൻ പാടില്ലായിരുന്നു എന്ന് പരസ്യമായി പറഞ്ഞതോടുകൂടി കോൺഗ്രസിന്, പ്രതിപക്ഷത്തിന് ഒരു തിരിച്ചടിയായി. സോനത്തിൻ്റെ ഭാഗത്ത് നിന്ന് സോനത്തിൻ്റെ ഭാര്യയുടെ എതിർപ്പ് വന്നിരിക്കുന്നു. രണ്ടാമത്തെ പ്രതിഷേധം വന്നത്, അഭിപ്രായ വ്യത്യാസം വന്നത് അരവിന്ദ് കെജ്രിവാളാണ്. ഈ സമരം അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ആള് ആം ആദ്മി പാർട്ടിയുടെ പ്രോക്സിയാണ്. ദില്ലി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയുടെ വലങ്കയായിരുന്നു അഭിജിത്ത് ദീപ്കെ. സാമൂഹ്യ മാധ്യമങ്ങളുടെ ചുമതലയായിരുന്നു ആപ്പിൻ്റെ അയാൾക്കുണ്ടായിരുന്നത്. പിന്നെയാണ് അയാൾ അമേരിക്കയ്ക്ക് പോയത്. ആപ്പിൻ്റെ നേതാവ് എന്നിട്ട് പറയുന്നു, രാഹുൽ ഗാന്ധി കാണിച്ചത് വൃത്തികേടാണ്, പ്രധാനമന്ത്രിയുടെ വസതി ഇരിക്കുന്ന ലോ കല്യാൺ മാർക്കിലേക്ക് രാഹുൽ ഗാന്ധി വരാൻ പാടില്ലായിരുന്നു, കാരണം ഈ കുട്ടികൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നേട്ടം തട്ടിയെടുക്കാനാണ് രാഹുൽ ഗാന്ധി വന്ന് ഈ പ്രഹസനം കാണിച്ചത്, അതീവ സുരക്ഷാ മേഖലയിൽ കടന്നു കയറി അനാവശ്യ വിവാദമുണ്ടാക്കിയത്, അനാവശ്യ പ്രശ്നമുണ്ടാക്കിയതെന്ന് അരവിന്ദ് കെജ്രിവാൾ പരസ്യമായി സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി. മലയാളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങളിൽ കണ്ടോ? അപ്പോൾ ഇന്നലെ മുതൽ സമരക്കാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നു. മാത്രമല്ല, സാക്ഷാൽ സോനം വാങ്ചുക്കിന്റെ പ്രസ്താവന വന്നു. ഈ സമരത്തിലേക്ക് സാമൂഹ്യ വിരുദ്ധർ, സമരവുമായി ബന്ധമില്ലാത്ത, നീറ്റുമായി ബന്ധമില്ലാത്ത സാമൂഹ്യ വിരുദ്ധർ കടന്നു കയറിയിരിക്കുന്നു. നമ്മൾ കണ്ടില്ലേ,
ഇന്നലെ ലോഹയിട്ട അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെ ഒരു ജാഥ വന്നു സമരത്തിലേക്ക്. അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് ആളുകൾ വരുന്നു, ബോലോ തക്ബീർ വിളിക്കുന്നു. എന്തിനു ഉമർ ഖാലിദിനെ വിട്ടയക്കണമെന്ന് പറയുന്നവർ വരുന്നു. മലപ്പുറത്തുനിന്ന് 1500 പേരാ ട്രെയിൻ കയറി പോയിരിക്കുന്നത്. CPI ഒരു ട്രെയിൻ പിടിച്ച് പോവുകയാണ്. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ഒരു തീവണ്ടി 20 കോച്ചുള്ള ട്രെയിൻ ബുക്ക് ചെയ്ത് 9 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തു. മിക്കവാറും ഒരു 10 ലക്ഷം രൂപ അവിടെ കൊടുക്കേണ്ടി വരും. അങ്ങനെ 1500 CPI പോകാൻ പോവാ. ഡിവൈഎഫ്ഐക്കാർ പിന്നെ ടിക്കറ്റ് ഒന്നും എടുക്കില്ല, കള്ള ടിക്കറ്റ് വണ്ടി എടുത്ത് പോകും. പക്ഷെ കേരളം കഴിയുമ്പോൾ റെയിൽവേ പോലീസിന് നല്ല മൂട്ടൻ ഇടി കിട്ടും. പക്ഷെ പിന്നെ ഡിവൈഎഫ്ഐക്കാർ പഴയ പോലെ ഒന്നുമില്ല, കാശുണ്ട്, ടിക്കറ്റൊക്കെ എടുത്ത് വേണ്ടി വന്നാൽ AC എടുത്ത് തന്നെ പോകും. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, അപ്പോൾ ഇന്നലെ വൈകുന്നതിന് മുമ്പ് തന്നെ സമരത്തിനിടയിൽ ചില വിള്ളലുകളുണ്ടായി. വൈകിട്ട് രാത്രി 8 മണിയോടെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, പ്രധാനമന്ത്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, BJPയുടെ ദേശീയ അധ്യക്ഷൻ എന്നിവരടങ്ങുന്ന ഒരു മീറ്റിംഗ് നടന്നു. ക്രൈസിസ് മാനേജ്മെന്റ് മീറ്റിംഗ് എന്ന് പറയാം. ആ മീറ്റിംഗ് നടന്നു. ഉന്നത ഗവൺമെൻറ് സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. അതിനുശേഷം മിന്നൽ വേഗത്തിൽ ചില നടപടികളുണ്ടായി. ആ നടപടി എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാത്രി 12 മണിക്ക്, നമ്മുടെ രാജ്യത്തെ ഏതാണ്ട് നല്ല ശതമാനം ആളുകൾ ഉറങ്ങിയ സമയത്ത് രാത്രി 12 മണിക്ക് ഫേസ്ബുക്കിൽ ലൈവ് വന്നിട്ട്, സാമൂഹ്യ മാധ്യമങ്ങളിൽ ലൈവ് വന്നിട്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഗൗരവത്തോടെ കാണുന്നു. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ രൂപീകരിക്കുന്നത് ഉൾപ്പെടെ, കുറ്റക്കാരെ ശിക്ഷിക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കുമെന്ന് പറയുന്നു. നേരത്തെ തന്നെ ഒരു നിയമം കൊണ്ടുവന്നു. 10 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും അടങ്ങുന്ന നിയമ ഭേദഗതി. ഈ ചോർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. ഈ ആരോപണം വന്നതിന് ശേഷം നിയമ ഭേദഗതി കൊണ്ടുവന്ന സർക്കാർ അത്തരം കേസുകൾ പെട്ടെന്ന് വിചാരണ ചെയ്ത് പ്രതികളെ ശിക്ഷിക്കാൻ വേണ്ടി അതിവേഗ കോടതികൾ രൂപീകരിക്കും എന്നുള്ള അറിയിപ്പ് രാജ്യത്തോട് പറയുന്നു. എത്ര അത്ഭുതമാണെന്ന് നോക്കൂ. 75 വയസ്സ് കഴിഞ്ഞ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാത്രി 12 മണിക്ക് ശേഷം ഒരു സോഷ്യൽ മീഡിയ പ്രസംഗം നടത്തുന്നു. 2 മിനിറ്റുള്ള വീഡിയോ. ആ വീഡിയോ ഒറ്റ മണിക്കൂർ കൊണ്ട് 10 ലക്ഷം പേർ കണ്ടു. ഇന്ന് രാവിലെ നോക്കുമ്പോൾ 35 ലക്ഷം പേർ, 3.5 മില്യൺ കടന്നിരിക്കുന്നു. പ്രധാനമന്ത്രി അർദ്ധരാത്രി കഴിഞ്ഞ് രാജ്യത്തോട് നടത്തിയ 2 മിനിറ്റ് പ്രസംഗം. അപ്പോൾ നിങ്ങൾ പറയുന്നത് ചെറുപ്പക്കാർ, യൂത്ത്, പാറ്റകൾ, അവരുടെ സമരമാണ്, അവരാണ് സോഷ്യൽ മീഡിയ ഭരിക്കുന്നത്, അവരാണ് ഇൻസ്റ്റ ഭരിക്കുന്നത്, അവരാണ് ട്വിറ്റർ ഭരിക്കുന്നത്, അവരാണ് ഫേസ്ബുക്ക് ഭരിക്കുന്നത്. പക്ഷെ നോക്കൂ, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ 2 മിനിറ്റ് വീഡിയോ 35 ലക്ഷം പേരാണ് രാവിലെ കണ്ടു കഴിയുന്നത്. അർദ്ധരാത്രി ഇട്ടത്, 24 മണിക്കൂർ തികഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമൂഹ്യ മാധ്യമ ഇൻഫ്ലുവൻസർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണ്. കഴിഞ്ഞില്ല, രാത്രി സോനം വാങ്ചുക്കിനെ കാണാൻ കേന്ദ്രമന്ത്രിമാരുടെ ഒരു സംഘം പോകുന്നു. കൂടെ ലഡാക്ക് ഡെവലപ്മെൻറ്റ് കൗൺസിലിലെ അംഗങ്ങളുമുണ്ട്. JP നദ്ദ, ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ ആശുപത്രിയിൽ എത്തുന്നു. മേദാന്ത ആശുപത്രിയിൽ എത്തുന്നു. ചർച്ച നടത്തുന്നു. സോനം വാങ്ചുക്ക് JP നദ്ദയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ച് സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ സോനം വാങ്ചുക്ക് എങ്ങാനും മരിച്ചു കിട്ടിയാൽ ഈ സമരത്തോടെ പ്രധാനമന്ത്രിയെ വീഴിക്കാം എന്ന് കരുതിയിരുന്നവരുടെ മുന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളുടെ കയ്യിൽ നിന്ന് ആഹാരം അല്ലെങ്കിൽ ജലം വാങ്ങി കുടിച്ച് സോനം വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിച്ചു. എന്തായിരിക്കും കാരണം എന്ന് ചോദിച്ചാൽ നമുക്കിതിൻ്റെ ഔട്ട്കം നോക്കണം. സോനം പറയുന്നു, സർക്കാർ നടപടിയെടുത്തല്ലോ, കോടതികളുണ്ടായി, അതിവേഗ കോടതികൾ പ്രഖ്യാപിച്ചു, സമാധാനപരമായി പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുക്കരുത്, അംഗീകരിച്ചു. സമാധാനപരമായി പ്രതിഷേധിച്ച ആരാ കേസെടുക്കുക? പക്ഷേ അക്രമം നടത്തിയവർക്കെതിരെ കേസെടുക്കും, ഉറപ്പായിട്ടും എടുക്കും. അതിനുള്ള നടപടി ആരംഭിച്ചിരിക്കുന്നു. പോലീസ് മെറ്റാ ഗ്ലാസ് ഉപയോഗിച്ചാണ് പോലീസ് വന്നത്. പരാതിയാണ്, പോലീസുകാർ, ഡൽഹി പോലീസ് മെറ്റാ ഗ്ലാസ് വെച്ചിരിക്കുന്നു. മെറ്റാ ഗ്ലാസ് വെച്ചാൽ എന്താ? അവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും സകല ഡീറ്റെയിൽസും മെറ്റാ ഗ്ലാസുകൾ ഒപ്പിയെടുക്കും. പോലീസിൻ്റെ CCTV ക്യാമറകൾ
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് ഇവരുടെയൊക്കെ മുഖം ഒപ്പിയെടുത്ത് പരിശോധിച്ച് ആളെ കണ്ടുപിടിക്കും. അങ്ങനെ ഒരുപാട് നടപടികളുണ്ട്. അത്തരം നടപടികൾ തുടരും. സമാധാനപരമായി സമരം ചെയ്ത ആർക്കെതിരെയും നടപടി ഉണ്ടാകത്തില്ല, സമ്മതിച്ചു. പിന്നെന്താ, ആത്മഹത്യ ചെയ്ത കുട്ടികളുണ്ട്, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാമല്ലോ, അതും സമ്മതിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് നിരാഹാരം 26 ദിവസം കിടന്ന സോനം വാങ്ചുക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജിവെക്കണ്ട എന്ന് സമ്മതിച്ച് തൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം പിൻവലിച്ച് സത്യാഗ്രഹം അവസാനിപ്പിച്ചിരിക്കുന്നു. കാരണം സോനം വാങ്ചുക്ക് അങ്ങനെ ഒരുപാട് കളിച്ചാൽ സോനം വാങ്ചുക്കും NSA ഉപയോഗിച്ച് ജയിലിലേക്ക് പോകും. 170 ദിവസം കിടന്നതാണ്. 170 ദിവസം അവിടെ കിടന്നപ്പോൾ ഗീതാഞ്ജലി കോടതി മുഴുവൻ കയറി ഇറങ്ങി നടന്ന് നിലവിളിച്ച് കരഞ്ഞ് സമസ്താപരാധം പറഞ്ഞ് മാപ്പ് വാങ്ങിച്ചിട്ടാണ് ഭർത്താവിനെ ഇറക്കിക്കൊണ്ട് വന്നത്. 56 വയസ്സോ മറ്റോ ഉള്ളൂ. ഇയാൾക്ക് കണ്ട പ്രായം കൂടുതൽ തോന്നുമെങ്കിലും അത്രയേ ഉള്ളൂ, 60 വയസ്സിൽ താഴെ ഉള്ളൂ. ഇനിയുള്ള ശിഷ്ടകാലം തൻ്റെ ഭർത്താവിന് ജയിൽ മാത്രമായിരിക്കും എന്ന് ബോധ്യം വന്നതുകൊണ്ടാവാം. അല്ലെങ്കിൽ ഇനി സമരം മുന്നോട്ട് പോയാൽ അത് കൈകാര്യം ചെയ്യാൻ പോകുന്നത് രാജ്യവിരുദ്ധ ശക്തികളായിരിക്കുമെന്ന് സോനം വാങ്ചുക്കിന് ബോധ്യപ്പെട്ടതുകൊണ്ട് ആണോ എന്ന് ചോദിച്ചാൽ സോനം വാങ്ചുക്ക് തന്നെ ഒരു രാജ്യവിരുദ്ധനാണ്. പക്ഷേ രാജ്യവിരുദ്ധനായ, പ്രതിപക്ഷത്തിൻ്റെ മുഴുവൻ പിന്തുണയുള്ള, ചൈനയുടെ മാനസപുത്രനായ സോനം വാങ്ചുക്ക് എന്തുകൊണ്ട് സത്യാഗ്രഹം അവസാനിപ്പിച്ചു എന്ന് ചോദിച്ചാൽ പേടിച്ചു പോയി. വല്ലാത്ത പേടിയാണ് ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ സമരക്കാർക്കുണ്ടായത്. പേടിക്കണം. കാരണം പെല്ലറ്റ് കയറി എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയായിരിക്കാം, കയറിയിരിക്കും. ദില്ലി പോലീസിനെ തല്ലിയില്ലേ? ഗർഭിണിയായ പോലീസുകാരുടെ സബ് ഇൻസ്പെക്ടറുടെ വയറിന് കല്ലുകൊണ്ട് ഇടിച്ചില്ലേ? വനിതാ മാധ്യമ പ്രവർത്തകരെ റേപ്പ് എന്ന് പറയുന്ന ലിറ്റററി അതൊഴികെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത ചിത്രങ്ങൾ കണ്ടില്ലേ? അത്ര വലിയ അക്രമം നടത്തിയ ആളുകളെ കൈകാര്യം ചെയ്യണം. കാരണം ഇനി ആ സമരം മുന്നോട്ട് പോയാൽ അത് വലിയ കുഴപ്പങ്ങളിലേക്ക് പോകുമെന്ന് കൃത്യമായും ദില്ലി പോലീസ് മനസ്സിലാക്കി അതിനുള്ള നീക്കങ്ങൾ നടത്തി. മാത്രമല്ല, രാഹുൽ ഗാന്ധി വന്നതോടെ സമരം വിദ്യാർത്ഥികളുടെ സമരമല്ലാതായി മാറി, കോൺഗ്രസിൻ്റെ സമരമായി മാറി. അതോടെ പാറ്റകൾ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച വിദ്യാർത്ഥികളൊന്നും അക്കൂട്ടത്തിലില്ല. ഈ പറഞ്ഞ പോലെ രണ്ടക്കത്തിൽ തയ്ക്കാനുള്ള വിദ്യാർത്ഥികൾ പോലുമില്ല. കേരളത്തിൽ നിന്നൊക്കെ പോയിരിക്കുന്ന, മലപ്പുറത്തെ കോയാമാർ പോയിരിക്കുന്നത് എന്തിനാണ്? ഇപ്പൊ വീഴും മോദി, ഖുറാനിൽ പറഞ്ഞ സമയമായിരിക്കുന്നു, മോദിയെ വീഴിക്കാൻ ഇതേ മാർഗമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വണ്ടി പിടിച്ച് പോയവന്മാരൊക്കെ തിരിച്ചു വരുമെന്ന് കണ്ടറിയണം. സമരം തീർന്നു എന്നത് ഉറപ്പ്. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും മുഖം രക്ഷിക്കണം. എന്തായിരുന്നു അഹങ്കാരം? അഭിജിത് ദീപ്ക പറയുകയാണ്, ഇനി ചർച്ചയൊന്നുമില്ല, മന്ത്രി വേണേ ജന്തർ മന്ദറിലെ പന്തലിൽ വരണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജന്തർ മന്ദറിലെ പന്തലിലേക്ക് മന്ത്രി വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിട്ട് പരസ്യമായി ചർച്ച ചെയ്യണം. ഇവർ കൊണ്ട് നിർത്തിയിരിക്കുന്ന നൂറുകണക്കിന് അക്രമകാരികളുടെ മുന്നിൽ മന്ത്രി വന്ന് ചർച്ച ചെയ്യണം. ഒരാക്രമണം ഉണ്ടായാലോ മന്ത്രിയെ കൊല്ലണം. എന്തിന് സോനം വാങ്ചുക്കിനെ എന്തിനാണ് രാത്രിക്ക് രാത്രി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്? വേണ്ടി വന്നാൽ സോനം വാങ്ചുക്കിനെ ആ പന്തലിലിട്ട് കൊല്ലുമെന്ന് സർക്കാരിന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടി. സമരക്കാർ തന്നെ, സമരത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ചു വന്ന കലാപകാരികൾ, രാജ്യവിരുദ്ധർ സോനം വാങ്ചുക്കിനെ ആ പന്തലിലിട്ട് കൊന്നാൽ രാജ്യം കത്തിക്കാം എന്ന് കരുതി. അതുകൊണ്ട് സുരക്ഷിതമായി സോനം വാങ്ചുക്കിനെ മാറ്റി. അതാണ് നടന്നത്. ഏതായാലും സോനം വാങ്ചുക്ക് സമരത്തിൽ നിന്ന്, നിരാഹാരത്തിൽ നിന്ന് പിന്മാറി അദ്ദേഹം ഇനി ചികിത്സയൊക്കെ കഴിഞ്ഞ് ലഡാക്കിലേക്ക് തിരിച്ചു പോകും. അഭിജിത് ദീപ്കെ എങ്ങോട്ട് പോകും? പൂനെയിലെ വീട്ടിലേക്ക് പോകുമോ? അതോ അമേരിക്കയ്ക്ക് പോവോ? ട്രെയിലർ മാത്രമേ ആയിട്ടുള്ളൂ. പിക്ചർ അബീബി ബാക്കി ഹേ. അപ്പോൾ അതിൻ്റെ സവിസ്തരമായ വിവരങ്ങൾ ഞങ്ങൾ നിങ്ങളോട് പറയാം. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക. ഇന്ത്യ ലൈവ് ഈ സമരത്തിൽ കേന്ദ്ര സർക്കാരിനൊപ്പം, രാഷ്ട്രത്തിനൊപ്പം അടിയുറച്ചു നിന്ന മലയാളത്തിലെ ഏക ചാനലാണ്. ഞങ്ങളെപ്പോലെ സമഗ്രമായി ഇതിലെ എല്ലാ വിവരങ്ങളും ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തിച്ചത് ഞങ്ങളല്ലാതെ മറ്റാരുമല്ല. നിങ്ങൾക്കറിയാമത്. സുപ്രീം കോടതി ഈ പാറ്റകളെ ഓടിച്ചില്ലേ? മലയാളത്തിലെ ഏത് ചാനലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്? എല്ലാവരും മുക്കി. സത്യത്തിൽ സുപ്രീം കോടതിയുടെ പോലും ദേഷ്യം ഈ സമരത്തോടുണ്ട് എന്ന് വന്നതോടുകൂടിയാണ് സമരത്തിൻ്റെ ചൂട് പോയത്. സാധാരണ കോടതിയിലേക്ക് ഓടുമ്പോൾ സുപ്രീം കോടതി സർക്കാരിനെതിരെ ഒരു പരാമർശം നടത്തുമെന്നൊക്കെ കരുതിയിട്ടാണ് പെറ്റീഷനും നെറ്റിപ്പിടിച്ചങ്ങോട്ട് ചെന്നത്. പോയി പണിയാ കൂടാ, ഞങ്ങൾക്ക് സമയമൊന്നുമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇത് പറയാൻ എന്തൊരു ജാള്യതയായിരുന്നു, അതുകൊണ്ട് പറഞ്ഞില്ല. പക്ഷേ അതോടെ സമരം വീണു തുടങ്ങി.
സുപ്രീം കോടതിയിൽ നിന്ന് ഒരു പരാമർശമെങ്കിലും കിട്ടിയാൽ സമരം കത്തിക്കാമെന്നായിരുന്നു പ്രതീക്ഷ. കോടതിക്ക് കുറ്റബോധം ഉണ്ടാവും. കാരണം ജസ്റ്റിസ് സൂര്യകാന്ത്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ നടത്തിയ ഒരു പരാമർശം. പക്ഷെ അദ്ദേഹം പിന്നീട് പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ഈ രാജ്യത്തെ മുഴുവൻ ചെറുപ്പക്കാരെ ഉദ്ദേശിച്ചൊന്നുമല്ല. പാറ്റകൾ എന്ന് പറഞ്ഞാൽ എന്തൊരു തമ്മി തിന്നും ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ. അതിപ്പോൾ കണ്ടതാണ്. പാറ്റകളെ പോലെ അലസരായിരിക്കുന്ന ചെറുപ്പക്കാർ ഇല്ലേ നമ്മുടെ നാട്ടിലില്ലേ, നമ്മുടെ വീടുകളിൽ പോലും ചിലപ്പോൾ കാണും അലസന്മാരായ മടിയന്മാരായ ഇത്തരം ചെറുപ്പക്കാർ. അവർ ഈ രാജ്യത്തിൻ്റെ ഒരു ബാധ്യതയാണ്, അവർ മാറണമെന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. അതിൻ്റെ പേരിലാണ് ഇങ്ങനൊരു മൂവ്മെൻ്റ് ആരംഭിച്ചിട്ട് ആ വിഷയങ്ങളും വിട്ട് ഉമർ ഖാലിദിനെ മോചിപ്പിക്കണം, FCRA ഭേദഗതി അവസാനിപ്പിക്കണം, കാശ്മീർ പാകിസ്ഥാന് കൊടുക്കണം എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ഈ സമരം മാറ്റിക്കൊണ്ടുപോയത്. ഏതായാലും വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അടി ഉറപ്പാണ്. കാത്തിരുന്ന് കാണാം. ഞങ്ങളോട് സഞ്ചരിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സഹകരിക്കുക, നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. രാജ്യമാണ് വലുത്, നേഷൻ ഫസ്റ്റ്.